السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി സൂറത്ത് മുദ്ദസിറിലെ 50 മുതൽക്ക് 56 വരെയുള്ള, അതായത് അവസാനത്തെ ഭാഗമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة كلا إنه تذكرة فمن شاء ذكره وما يذكرون إلا أن يشاء الله وأهل التقوى وأهل المغفرة. ഇവിടെ നിഷേധികളെ അവരുടെ ഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ സമീപനം ഖുർആൻ ഓതി കേൾക്കുമ്പോൾ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുമ്പോഴുള്ള അവരുടെ സമീപനത്തെ ഇവിടെ ഖുർആൻ വളരെ വശ്യമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ എടുത്തു കാണിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് 49-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഫമാലഹും അനിത്തദിക്കിറത്തി മുഅരിളീൻ, ഈ ഉത്ബോധനത്തിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാൻ, അതിനെ അവഗണിക്കാൻ ഇവർക്ക് എന്താണ് ന്യായമുള്ളത്? ഫമാലഹും അനിത്തദിക്കിറത്തി മുഅരിളീൻ. തദിക്കിറത്ത് എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, ഈ ഉപദേശ നിർദ്ദേശങ്ങൾ, ഉത്ബോധനം, ഇതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാൻ അവർക്ക് എന്ത് ന്യായമാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായമുള്ളതിൻ്റെ പേരിലല്ല അവർ ഈ ഉത്ബോധനത്തെ അവഗണിക്കുന്നതും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിക്കളയുന്നതുമാണ്. ഇവിടെ ജബ്ബാർ പറയണത് ഖുറൈശികൾ തെളിവ് ചോദിച്ചിട്ട് മുഹമ്മദിന് കൊടുക്കാനാവില്ല, അങ്ങനെ മുഹമ്മദ് അമ്പേ പരാജയപ്പെട്ടു. അങ്ങനെയാണ് മക്കയിലെ 13 വർഷക്കാലം അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയാതെ പോയതെന്നാണ്. ഇവിടെ യേശുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ യഹൂദ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ബൈബിളിൽ മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു തൻ്റെ നാട്ടിലെ പുരോഹിതന്മാരോട് പറഞ്ഞു, പ്രവാചകൻ തൻ്റെ നാട്ടിലെ സ്വീകാര്യനല്ലാതാവുന്നുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനും ഒരു കാലത്തും തങ്ങളുടെ നാട്ടിൽ സ്വീകാര്യരായിരുന്നിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. അത് നൂഹ് നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് ഖുർആൻ എണ്ണിപ്പറഞ്ഞ പ്രവാചകന്മാരെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിള് ആ കാലഘട്ടത്തിലെ പല പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്തിനേറെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു കൊണ്ടുവന്ന മൂസ അലൈഹിസ്സലാമിനോട് പോലും ആ ജനത, അങ്ങനെയൊക്കെ പണിപ്പെട്ടവരെ മോചിപ്പിച്ച, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ വിമോചകനോട് പോലും അവർ വളരെ മോശമായി പെരുമാറിയ കാര്യം ബൈബിള് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മുഹമ്മദ് നബിയുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെളിവ് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതല്ല കാരണം. ആ ജനതയുടെ മാനസികാവസ്ഥയും അവർ കൈക്കൊള്ളുന്ന തെറ്റായിട്ടുള്ള സമീപനവും പാരമ്പര്യത്തോടുള്ള അവരുടെ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പറ്റാത്ത, വേർപിരിയാൻ പറ്റാത്ത പ്രതിബദ്ധതയുമായിരുന്നു അവരുടെ ഈ നിഷേധത്തിന് കാരണം എന്നുള്ളതാണ്. അത് ഖുർആൻ പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുള്ളതുമാണ്. അതെല്ലാ സമൂഹങ്ങളുടെയും അവസ്ഥയാണ്. ഇവിടെ ജബ്ബാർ വെറുതെ പിച്ചും പേയും പറയുകയാണ് ചെയ്യുന്നത്. ഖുറൈശികൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണെന്നും അദ്ദേഹം പറയുന്നത് 100% ശരിയാണെന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ ഒരിക്കലും ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജബ്ബാർ പറയേണ്ടത് അവർ കൈക്കൊണ്ടിരുന്ന വിഗ്രഹപൂജ, അതുപോലെയുള്ള നരബലി, അന്ധവിശ്വാസങ്ങൾ, പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നത്, ഇതൊക്കെ ബുദ്ധിപൂർവകമായിരുന്നു എന്നാണ്. പ്രവാചകൻ്റെ ഇതിലുള്ള അവരുടെ സമീപനം മാത്രം ബുദ്ധിപൂർവകവും മറ്റുള്ളതൊക്കെ അന്ധവിശ്വാസവുമാണ് എന്ന് എഴുതി തള്ളാൻ പറ്റുമല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ തലയിൽ ഉദിക്കുന്ന
കുബുദ്ധിയുടെ അല്ലെങ്കിൽ ദുഷിച്ച ചിന്തയുടെ ഭാഗമായിട്ട് അവരെടുത്ത് പറയുന്നതാണെന്ന് അതിനെപ്പറ്റി പറയാനുള്ളൂ. അവർക്ക് വസ്തുതയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ സ്വതന്ത്ര ചിന്തകരാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ സത്യത്തെ എതിർക്കുകയും അസത്യത്തിൻ്റെ കൂട്ടുപിടിക്കുകയും ചെയ്യാനുള്ളതാണ് സ്വതന്ത്ര ചിന്തകരുടെ മൊത്തത്തിലുള്ള അവസ്ഥ. ഇപ്പോൾ രവിചന്ദ്രനെ എടുത്താലും ആരിഫ് ഹുസൈൻ എടുത്താലും ലിയാഖത്തിനെടുത്താലും ജബ്ബാറിനെടുത്താലും ഇങ്ങനെ, അതുപോലെ മാവൂരാനെടുത്താലും ഇങ്ങനെ ഏത് ഈ കുബുദ്ധികളെടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സംഗതിയാണ്. അത് അവർ മറ്റെല്ലാറ്റിനേക്കാളും കൂടുതൽ ഇസ്ലാമിനോടുള്ളവരുടെ പക തീർക്കുന്നു എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതായിരുന്നില്ല. അല്ലെങ്കിൽ മക്കയിലെ ജനതയ്ക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ബോധ്യപ്പെടാതെ പോയതല്ല ഇവിടെ കാരണം. അപ്പോൾ അവരുടെ ഈ സമീപനത്തെ ഖുർആൻ ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് എന്ത് സംഭവിച്ചു, എന്ത് ന്യായമാണുള്ളത്, ഇവർ ഈ ഉത്ബോധനത്തെ അവഗണിച്ച് തള്ളുന്നുവല്ലോ, അവർക്ക് ഗുണകരമായിട്ടുള്ള സംഗതികളാണ് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ഒക്കെ അവർക്ക് ഗുണകരമായിട്ടുള്ള സംഗതിയാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ടും അവർ അത് അവഗണിച്ച് തള്ളുന്നു. എന്താണ് അവർക്ക് ന്യായമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ന്യായം അവർക്കില്ല എന്നാണ് അവിടെ ഖുർആൻ സ്ഥാപിക്കുന്നത്. തുടർന്ന് അവരുടെ ഈ സമീപനത്തെ ഖുർആൻ ഇവിടെ ഉപമിക്കുകയാണ്. കാന്നഹും ഹുമുറും മുസ്തംഫിറ ഫറത്ത് മിൻ ഖസ്വറ. ഇവരെ വേട്ടയാടാൻ വരുന്ന ഒരു സിംഹത്തിൽ നിന്ന് നെട്ടോട്ടമോടുന്ന കാട്ടുകഴുതയെപ്പോലെയാണിവർ. ഈ ജബ്ബാറിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുര്യോഗം എന്ന് പറയുന്നത് അവർക്ക് തീരെ സഹൃദയത്വം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാന്നാണ്. ഒരു ഗ്രന്ഥത്തിൽ, ഒരു കവിതയിലോ അല്ലെങ്കിൽ ഒരു ഗദ്യത്തിലോ എന്തുമാവട്ടെ ഒരു സംഗതി അത് വളരെ തന്മയത്വത്തോടു കൂടി വശ്യമായിട്ടുള്ള ശൈലിയിൽ ഒരു കൂട്ടരുടെ പ്രവർത്തനത്തെ മറ്റൊന്നിനോട് ഉപമിക്കുമ്പോൾ അതിനാണ് നമ്മൾ ഉപമ എന്ന് പറയുന്നത്. ഉപമ എന്ന് പറയുന്നത് സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ്. സഹൃദയർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഈ സഹൃദയത്തില്ലാതെ പോയതാണ് അവരുടെ ഈ കുയുക്തിക്ക് അല്ലെങ്കിൽ ഈ ദുഷ്ടചിന്തക്കൊക്കെ കാരണം എന്ന് പറഞ്ഞത്. ഇവിടെ തെറി പറയുന്നു എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ തെറി പറയല്ല ചെയ്യുന്നത്. ഖുർആൻ ഇത്രയും ഉത്ബുദ്ധമാണ് എന്ന് ജബ്ബാർ പറയുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങൾ കൈയാളുന്ന ആളുകളാണെന്ന് പറയുന്ന ജബ്ബാർ പറയുന്ന ഈ സമൂഹത്തോട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അതും വളരെ വശ്യമധുരമായിട്ടുള്ള ശൈലിയിൽ, അതാണല്ലോ വലീദ് പറഞ്ഞിട്ടുള്ളത്, ഇന്നാദാ ഇല്ലാ സിഹറുൻ യൂസർ, മറ്റുള്ളവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വശ്യമധുരമായിട്ടുള്ള ഒരു പ്രഭാഷണമാണിത് എന്നാണ് വലീദ് ഖുർആനെ വിമർശിച്ചുകൊണ്ടാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ, അതിലെ പരാമർശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമൂഹത്തെ ഉപമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഉപമയാണ് ഇവിടെ കാന്നഹും ഹുമുറും മുസ്തംഫിറ ഫറത്ത് മിൻ ഖസ്വറ എന്ന് പറഞ്ഞാൽ. ഒരു മാൻപേടയെ വേട്ടയാടാൻ വരുന്ന ഒരു വേടനിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ പിടികൂടാൻ വരുന്ന ഒരു സിംഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഹിംസ്രജന്തുവിൽ നിന്ന് അത് എത്ര ശക്തിയായിട്ട് ഓടി അകലാൻ ശ്രമിക്കുമോ എന്നതുപോലെയാണ് ഈ കൂട്ടർ ഇതിൽ നിന്ന് ഓടി അകലുന്നതെന്ന്. അതിൽ യഥാർത്ഥത്തിൽ ഒരു തെറി പറച്ചിലും ഇല്ല, ചീത്ത പറച്ചിലും ഇല്ല. അത് ജബ്ബാറിൻ്റെ മനസ്സിൽ ഉദിച്ച തെറ്റായിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ്. ഉപമ എന്ന് പറയുന്നത് ഉപമിക്കപ്പെടുന്ന ഉപമാനവും ഉപമേയവും എന്ന് പറയുന്നത് അതിലുള്ള ഏതോ ഒരു ഗുണം ഇവരിലുണ്ടാകുമ്പോഴാണ് അതിനോട് ഉപമിക്കുക. അല്ലാതെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും, ഉപമേയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉപമാനത്തിനുണ്ടെന്നോ മറിച്ചോ പറയാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ചന്ദ്രമുഖി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്ദ്രനെ പോലെ പകൽ ഈ കാണാതെ പോകുന്ന, രാത്രി പ്രകാശിക്കുന്ന, അത് തന്നെ ചില നാളുകളിൽ മാത്രം പ്രകാശിക്കുന്ന ഒരാൾ എന്നാണോ ചന്ദ്രമുഖി എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചന്ദ്രൻ നല്ല പാൽനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനോടാണ് യഥാർത്ഥത്തിൽ ചന്ദ്രനെ മറ്റുള്ളവരെ ഉപമിക്കാറുള്ളത്. അല്ലാതെ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെടുത്ത് അതിൻ്റെ മറ്റ് ഭാവങ്ങളെ ഉദാഹരിക്കാറില്ല. 15-ാം രാവിൻ്റെ അല്ലെ നിറനിലാവുള്ള ആ ചന്ദ്രനോടാണ് പലപ്പോഴും മനുഷ്യനെ ഉപമിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ചന്ദ്രനെപ്പോലെ ഇത് ഒരു ഉപഗ്രഹമാണ് മനുഷ്യൻ എന്നുമല്ല അതിൻ്റെ ഉദ്ദേശം.
ഇവ ചന്ദ്രൻ മാത്രം പ്രകാശിക്കുന്നുണ്ടോ അതുപോലെ പ്രകാശിക്കുന്നു ഇവളുടെ മുഖം എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ ഒരു നിർവാഹവുമില്ല. അതായത് സഹൃദയത്വം എന്ന് പറയുന്ന ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് സാഹിത്യം മനസ്സിലാവില്ല എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെ യഥാർത്ഥത്തിൽ മക്കയിലെ ശത്രുക്കളെ തെറി പറയുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സമീപനം അത് വിശുദ്ധ ഖുർആനിൽ മാത്രമാണോ നമുക്ക് കാണാൻ കഴിയുക? ബൈബിളിൽ യേശുക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം പുരോഹിതന്മാരെ ഉപമിക്കുന്നത് ബാഹ്യമായി വെടുപ്പാക്കിയിട്ടുള്ള കിണ്ണത്തോടും കിണ്ടിയോടുമാണ്. ഉള്ളിൽ മ്ലേച്ഛതയുള്ള ഒരു കിണ്ടി, ആ കിണ്ടിയുടെ പുറത്ത് നന്നായിട്ട് വെണ്ണീരോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകാട്ട് വെടുപ്പാക്കുന്ന ഒരവസ്ഥയാണ് ജൂത പുരോഹിതന്മാരുടെ അവസ്ഥ എന്നാണ് അവിടെ ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ ഇത് ഉപമ എന്ന് പറയുന്നത് മനുഷ്യന് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിന് ആ നിലക്ക് മനസ്സിലാക്കാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സഹൃദയത്വമല്ല എന്ന് മാത്രമേ. അതുകൊണ്ടാണല്ലോ ജബ്ബാർ അയ്യൂബ് മൗലവിയായിട്ടുള്ള സംവാദത്തിൽ ഒരു വേദഗ്രന്ഥം എന്തിനാണ് സാഹിത്യ രൂപത്തിൽ ഇറക്കണമെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ തരി മണ്ടത്വം പറയുന്നു എന്ന് മാത്രമേ ഇത്തരത്തിലുള്ള വാദഗതികളെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ.